ചെയ്യുന്നു. ദിസ് ഈസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് വളരെ പഴയൊരു ചൊല്ലാണെങ്കിലും അതാണ് എൻ്റെ ആഗ്രഹം. അങ്കിൾ എന്തായി പറയുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ ഡിസോൺ ചെയ്യാൻ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. മീര മാത്രമല്ല ഇപ്പോൾ കമ്പനിയുടെ MD, ഒരുപാട് പേരാണ്. ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സാധാരണ തൊഴിലാളി ഇപ്പോൾ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് പോലും. അങ്കിൾ അത് അയാളുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞാലെന്താ? അയാൾ ചിലപ്പോൾ പട്ടിണിക്കാരനായിരിക്കും. ഇവിടെ പട്ടിണിക്കാർ ധാരാളം ഉണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ല അങ്കിൾ, അയാൾ നേരത്തെ അവിടെ, പിന്നെ അയാൾ ആശുപത്രിയിലായപ്പോ ആകപ്പാടെ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് കൊണ്ട്. മനസ്സിലാവാഞ്ഞിട്ടല്ല, അയാളെ പിരിച്ചുവിടാൻ ഞാൻ പറയുകയില്ല. ഞാനില്ലേലും ഫാക്ടറി നടന്നോളൂ, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്. പിരിഞ്ഞു പോകുന്നതിൽ നിങ്ങളെക്കാൾ വിഷമം എനിക്കുണ്ട്. പക്ഷേ ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ്. നാളെ മുതൽ ഞാൻ ഫാക്ടറിയിൽ വരില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എഫിഷ്യൻ്റായ ഒരാളെ കിട്ടുന്നത് വരെ, എന്ന് വെച്ചാൽ മാക്സിമം ഒരു 3 മാസം വരെ ഞാൻ നിൽക്കാം. അതിൽ കൂടുതൽ എന്തായാലും എന്നെ കൊണ്ട് വയ്യ. അവിടെ നിന്നേ, തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് സംസാരിക്കാം. ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. വക്കീല് ഇന്നെ ഒരു പ്രേമലേഖന വയസ്സുകാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ ശരിയാ കൊല്ലി ഞാൻ നിന്നെ നിന്റെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു അയ്യോ അയ്യോ തുറക്കാനാ പറഞ്ഞത്. എടീ ഭദ്രകാളി, നീ ഇത്രയും വലിയ വഞ്ചകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എനിക്ക് മതി, എല്ലാം മനസ്സിലായി. എന്താ നീ എന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്റെ കർത്താവെ, ഏതൊന്ന് കാഞ്ഞൂന്നാ തോന്നണേ. ചിലപ്പോ 2 എണ്ണം കാഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാകുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടത്തെ മുത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കടി. അയ്യോ, നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ അങ്ങനെ പറയല്ലേ. വക്കീലിന്റെ കൂടെ പോയി പുറത്തോളാം. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയണേ. മോഹൻലാലിനെ കണ്ടാളകില്ല, മമ്മൂട്ടിയെ കണ്ടാളകില്ല. നിന്നെ എനിക്ക് മനസ്സിലായിടി. ആ ലോട്ടറി ടിക്കറ്റും വിറ്റ് കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അതും പോയി. സാറേ, ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിയിരിക്കുക. ഓ, അപ്പൊ ഈ കെട്ടിടം അത്രയ്ക്ക് പഴയതാണല്ലേ. ജോലി നടക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീണ ആള് തട്ടിപ്പോവല്ലോ. ഏത് ഭാഗമാ ഇളകിയേ? സാർ പ്ലീസ്, ആ അടിത്തറ അല്ല ഈ അടിത്തറ. ഞാൻ ഉദ്ദേശിച്ചേ സാമ്പത്തിക അടിത്തറയാ. ബാങ്കിലാകെ കടം, കമ്പനി ഓടിയില്ല ഓടുന്നു. ഇതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത്? തെളിച്ചു പറ. ബാലൻസ് ഷീറ്റ് ഒന്നും സാർ നോക്കാറില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തായിട്ട് കണക്കിൽ കാണാം. പക്ഷേ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എവിടെ? എക്സ്പോർട്ട് ചെയ്തോ? എങ്കിൽ അതിനുള്ള രേഖ എവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ സാർ എന്ത് മേൽനോട്ടം അവിടെ നടത്തുന്നത്? വന്നേ,
കാണിച്ചു തരാം. വാ. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ്. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? മേ കമിൻ സർ? യെസ്. സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ, അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യണം നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്. എഴുത്ത് കിട്ടി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. മിസ്റ്റർ, നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ കത്തിലെ അതേ കയ്യക്ഷരം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും ബലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തിൽ നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിളിന് ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാള് മൊത്തം കുഴപ്പമാ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും അയക്ക് ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണവും തട്ടിപ്പോ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി താ അങ്കിൾ. സമാനിക്ക് ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ. എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, കീറിക്കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം: എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാക്കും. സ്വന്തം ബാബുവേട്ടൻ. ഡീഡി, എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി. അരി കഴിയാതെയാണ് അടുപ്പത്തിടുന്നത്. അയ്യോ, ഞാൻ കരുതിയത്. പോയി കഴിയിട്ട് പാടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി. ഉള്ളി? അയ്യോ, അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടേ. നിനക്ക് എന്താ വല്ല ഭ്രാന്ത് പിടിച്ച? കൊണ്ടാടി പോടി പോടി. നീ ഇന്ന് അടുക്കളയിൽ കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി. നോവല് വായിച്ചു, മുഴുവനും വായിച്ചു. നല്ല ഇനം ചെമ്പുപാത്രങ്ങൾക്ക് മുസലിയാർ പാത്രക്കട. എനിക്കതിനെ ഇപ്പൊ ചെമ്പുപാത്രം. എഴുത്ത് കിട്ടി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ?
സംസാരിക്കാം. ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ ഇവിടെ. മീര വീണച്ചാ. അയ്യോ വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയ കുട്ടിക്ക്? എന്റെ എഴുത്തിൽ അവൾ വീണെന്നാ ഞാൻ പറഞ്ഞത്. ആഹാ. ഇതാ നോക്ക്. എങ്ങനെ ഇനിയെല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലയ്ക്ക് എന്തിനാണോ സംസാരത്തിന് അടുക്കള ജനാല തിരഞ്ഞെടുത്തത്? എടാ മണ്ട, അവളുടെ മുറിയിലാകുമ്പോ മറ്റു പിള്ളേർ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കെന്ന. വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും. ഓഹോ, ഓ എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു.